ഉത്തർപ്രദേശിലെ ഝാൻസി മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 കുഞ്ഞുങ്ങളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതേസമയം ഇന്നലെ മരിച്ച കുഞ്ഞിന് പൊള്ളലേറ്റിട്ടില്ലെന്നും മറ്റ് രോഗങ്ങളാണ് മരണകാരണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംഭവത്തിൽ ഇതുവരെ 11 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. അതേസമയം സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അപകടത്തിന്റെ വിശദമായ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പിൽ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണവും പോലീസ്, ഫയർഫോഴ്സ് വകുപ്പുകളുടെ അന്വേഷണവും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂബോൺ സ്പെഷ്യൽ കെയർ യൂണിറ്റിൽ പരിധിയിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ഡ്യൂട്ടി നഴ്സിന്റെ വെളിപ്പെടുത്തലും അന്വേഷണ സംഘം പരിശോധിക്കും. മറ്റ് വീഴ്ചകൾ ഇല്ലായിരുന്നുവെന്ന് നഴ്സ് മേഘ ജെയിംസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപകടം നടക്കുന്ന സമയത്ത് ICUവിൽ കുട്ടികൾ അധികമായിരുന്നുവെന്നും ഇന്നലെ മേഘ പറഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെന്നും താൻ തീപ്പെട്ടി ഉപയോഗിച്ചു എന്ന് കള്ളം പ്രചരിപ്പിക്കുന്നുണ്ടെന്നും മേഘ പറഞ്ഞു. 12 വർഷമായി താൻ ഈ ജോലിയാണ് ചെയ്യുന്നതെന്നും ഓക്സിജൻ കോൺസെൻട്രേറ്ററിൽ നിന്നാണ് തീ പടർന്നതെന്നും അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നുവെന്നും മേഘ വ്യക്തമാക്കി. തീപിടുത്തത്തിൽ കാലിന് ഗുരുതരമായി പൊള്ളലേറ്റ നഴ്സ് മേഘ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം തീപിടുത്തത്തിൽ രക്ഷപ്പെടുത്തിയ ഒരു കുഞ്ഞുകൂടി ഇന്നലെ മരിച്ചിരുന്നു. ഇതോടെയാണ് മരണസംഖ്യ 11ആയി ഉയർന്നത്. അപകടത്തിന് പിന്നിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 18 കുട്ടികൾക്ക് മാത്രം ചികിത്സാ സൗകര്യമുള്ള ICUവിൽ സംഭവ സമയത്ത് 49 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ആശുപത്രിയിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കാഞ്ഞത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായും ദൃക്സാക്ഷികൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.